ഹലോ, അസ്സാം വലൈക്കും വറഹമത്തുള്ള. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ പാദവാർഷികക്ക് ചോദിക്കുന്ന 7ാം ക്ലാസ്സിലെ തജ്വീദിലെ 4 പാഠഭാഗങ്ങളാണ്. വളരെ സിമ്പിളായി മനസ്സിലാക്കാൻ കഴിയുന്ന പാഠഭാഗങ്ങൾ കൂടെയാണ് ഈ ഒരു പാദവാർഷികക്ക് നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ള 4 പാഠഭാഗങ്ങൾ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ പാഠപുസ്തകത്തിലെ പാഠഭാഗങ്ങൾ നന്നായി മനസ്സിരുത്തി ഒന്നിലധികം തവണ വായിക്കുക. അതിനുശേഷം ആ തദ്രീബാത്തുകളൊക്കെ കൃത്യമായി നോക്കുക. തദ്രീബാത്തുകൾ നോക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പലപ്പോഴും പരീക്ഷകൾക്ക് വരുന്ന ചോദ്യങ്ങളൊക്കെ ഏകദേശം അതിന് സമാനമായ ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ നമുക്ക് അതിനുശേഷം ഒരു റിവിഷൻ എന്നുള്ള നിലക്ക് ഈ ഒരു ഭാഗം നമുക്ക് നോക്കി പോകാം. അതിൽ അധ്യായം 1 നമ്മൾ ആദ്യം നോക്കുന്നത്. അതിൽ പരിശുദ്ധ ഖുർആൻ്റെ ആദ്യകാല സംരക്ഷണം അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം പരിശുദ്ധ ഖുർആനിൻ്റെ സംരക്ഷണം, ഇന്നത്തെ പോലെ കടലാസുകളിലോ പേപ്പറുകളിലോ പ്രിൻ്റോ അത്തരം സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാലത്തെ ഖുർആൻ്റെ സംരക്ഷണം എന്നുള്ളത് ആദ്യകാലങ്ങളിൽ സ്വഹാബാക്കൾ ഖുർആൻ എല്ലുകളിലും തോലുകളിലുമാണ് എഴുതി വച്ചിരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ആദ്യകാലങ്ങളിൽ സ്വഹാബാക്കൾ ഖുർആൻ എല്ലുകളിലും തോലുകളിലുമാണ് എഴുതി വച്ചിരുന്നത്. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം വരുന്ന സമയത്ത് യമാമ യുദ്ധം നടക്കുന്നത്. വളരെയധികം പ്രധാനപ്പെട്ട ഘോരമായൊരു യുദ്ധമായിരുന്നു യമാമ യുദ്ധം. അത് നടക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ്. ആ സമയത്ത് ഒരുപാട് സ്വഹാബാക്കൾ, ഖുർആൻ മനഃപ്പാഠമാക്കിയ ഒരുപാട് സ്വഹാബാക്കൾ എന്ത് ചെയ്തു, ആ യുദ്ധത്തിൽ ഷഹീദായി. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന് വലിയൊരു ആശങ്ക, ഇങ്ങനെ ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളുകളൊക്കെ കുറച്ച് കാലം കഴിയുന്നതോടുകൂടി ഈ ലോകത്തൊന്ന് വിട പറയും. അപ്പോൾ എങ്ങനെയാണ് ഈ ഖുർആനെ സംരക്ഷിക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ആശങ്ക ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ആരോട് പങ്കുവെച്ചു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പങ്കുവെച്ചു. അങ്ങനെ പരിശുദ്ധ ഖുർആൻ്റെ ക്രോഡീകരണം നടക്കുകയാണ്. ഖുർആൻ ഗ്രന്ഥരൂപത്തിൽ ക്രോഡീകരിക്കുവാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ നിയോഗിച്ചു. ആരുടെ നേതൃത്വത്തിലുള്ള? സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ നിയോഗിച്ചു. ഇനി അതിൻ്റെ രൂപങ്ങളും ക്രമങ്ങളും എങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ ക്രോഡീകരിച്ചത്? ഇപ്പോൾ ആദ്യം ഇറങ്ങിയ സൂറത്താണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. പക്ഷേ നമ്മൾ പരിശുദ്ധ ഖുർആനിൽ നോക്കുന്ന സമയത്ത് സൂറത്തുൽ ഫാത്തിഹ. അപ്പോൾ എങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ്റെ ക്രോഡീകരണം എന്നുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവസാനമായി ഓതിക്കൽപ്പിച്ച ക്രമത്തിലാണ് പരിശുദ്ധ ഖുർആൻ ക്രോഡീകരിച്ചത്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ ക്രോഡീകരിച്ചതിൻ്റെ ക്രമം എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവസാനമായി ഓതിക്കൽപ്പിച്ച ക്രമത്തിലാണ് പരിശുദ്ധ ഖുർആൻ ക്രോഡീകരിച്ചത്. അങ്ങനെ നബി തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവസാനമായി ഓതിക്കൽപ്പിച്ച ക്രമത്തിൽ ക്രോഡീകരിച്ച ആ ഒരു സംഭവത്തിന് പറയുന്ന പേരാണെന്ത്? ജമ്മുൽ ഖുർആൻ എന്നുള്ളത്. അപ്പോൾ ജമ്മുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവസാനമായി ഓതിക്കൽപ്പിച്ച ക്രമത്തിൽ ക്രോഡീകരിച്ചതിനാണ് എന്ത് പറയുന്നത്? ജമ്മുൽ ഖുർആൻ എന്ന് പറയുന്നത്. അതിനുശേഷം പറയുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ക്രോഡീകരിച്ച പരിശുദ്ധ ഖുർആനെ സൂക്ഷിച്ച് വെച്ചവർ ആരായിരുന്നു എന്നുള്ളതാണ്. ആദ്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അവരുടെ വഫാത്തിന് ശേഷം വന്ന രണ്ടാമത്തെ ഖലീഫയായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് സൂക്ഷിച്ചു. അതിനുശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായിട്ടുള്ള ഹഫ്സ റളിയല്ലാഹു അൻഹ ആയിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് ശേഷം ഈ ജമ്മുൽ ഖുർആൻ അല്ലേ, പരിശുദ്ധ ഖുർആനിൻ്റെ ക്രോഡീകരിക്കപ്പെട്ട ആ രൂപത്തെ, അല്ലെങ്കിൽ ആ ക്രോഡീകരിക്കപ്പെട്ട ആ പരിശുദ്ധ ഖുർആനെ സൂക്ഷിച്ചിരുന്നത്. ഇനി അടുത്തൊന്നാണ് മുസ്ഹഫ് ഉസ്മാനി. എന്താണ് മുസ്ഹഫ് ഉസ്മാനി എന്ന് പറഞ്ഞാൽ? ഈ ഹഫ്സ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ സൂക്ഷിച്ച മുസ്ഹഫിൽ നിന്ന് പകർത്തി എഴുതിയ 8 കോപ്പികൾക്ക് പറയുന്ന പേരാണെന്ത്? മുസ്ഹഫ് ഉസ്മാനി എന്ന് പറയുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖലീഫയായ കാലത്ത് മറ്റ് അറബ് രാജ്യങ്ങളിലും അതുപോലെ തന്നെ അറബ് രാജ്യങ്ങളല്ലാത്ത മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ ഇസ്ലാം കൂടുതൽ വ്യാപിക്കുന്ന ഒരു സമയമാണത്. അപ്പോൾ ഓരോ നാട്ടിലും പ്രബോധകരായി എത്തിയിട്ടുള്ള സ്വഹാബാക്കൾ അവിടെ പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതി കേൾപ്പിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് ചില പദങ്ങളെ സംബന്ധിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ഖലീഫയുടെ ശ്രദ്ധയിൽപ്പെട്ട സമയത്ത് പരിഹാരങ്ങളെക്കുറിച്ച്, അതായത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട സമയത്ത് അതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹഫ്സ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് സൂക്ഷിച്ച ഖുർആന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വരുത്തിച്ചു. എന്നിട്ട് അത് സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ആണല്ലോ അത് ക്രോഡീകരിക്കപ്പെട്ടതിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ നിയമിച്ച് ആ ആദ്യം എഴുതി വെച്ച ക്രോഡീകരിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനിൽ നിന്ന്, ആ മുസ്ഹഫിൽ നിന്ന് 8 കോപ്പികൾ പകർത്തി എഴുതാൻ
നിർദ്ദേശിച്ചു. ആ 8 കോപ്പികൾക്കാണ് എന്ന് പറയുന്നത് മുസ്ഹഫ് ഉസ്മാനി, അതായത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർത്തു. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ചെയ്തൊരു സംഭവമാണല്ലോ അത്. അപ്പോൾ ഹഫ്സ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ സൂക്ഷിച്ച മുസ്ഹഫിൽ നിന്ന് പകർത്തി എഴുതിയ 8 കോപ്പികൾക്ക് എന്ത് പറയുന്നു? മുസ്ഹഫ് ഉസ്മാനി എന്ന് പറയുന്നു. ആ പകർത്തി എഴുതി തന്നെ അവർ 3 തവണ ഉസ്മാൻ റളിയല്ലാഹുവിനെ പാരായണം ചെയ്ത് കേൾപ്പിച്ച ശേഷമാണ് അന്ന് ജീവിച്ചിരിപ്പുള്ള 12,000-ൽ പരം സ്വഹാബികൾ ഒക്കെ അത് പരിശോധിച്ച് ഏകകണ്ഠമായി അത് അംഗീകരിച്ചു. അതിൽ തെറ്റുകളൊന്നും ഇല്ലയെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ആ മുസ്ഹഫിൽ നിന്ന് മാത്രം പഠിക്കുവാനും പകർത്തി എഴുതുവാനും ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? അവിടെയുള്ള ആളുകൾക്കൊക്കെ പ്രത്യേക കൽപ്പന നൽകി. അപ്പോൾ അതിന് പറയുന്ന പേരാണ് എന്ത്? മുസ്ഹഫ് ഉസ്മാനി എന്നുള്ളത്. ഇവ മക്ക, മദീന, കൂഫ, ബസ്വറ, യമൻ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കൊക്കെ എന്ത് ചെയ്യും? കൊടുത്തയച്ചു. കാരണം അപ്പോൾ ഏറ്റവും അവലംബിക്കാവുന്ന പരിശുദ്ധ ഖുർആൻ പരിശോധിച്ച് ഉറപ്പ് വരുത്തിയ ഖുർആൻ എന്നുള്ള നിലയ്ക്ക് ആളുകളൊക്കെ എന്ത് ചെയ്തു? അതിനെ അംഗീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അധ്യാപനം നടത്താൻ തുടങ്ങി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ ഖുർആൻ പഠിക്കാൻ തുടങ്ങി. ബാക്കി പുതുതായി പകർത്തി എഴുതുന്നതൊക്കെ ഈ പരിശുദ്ധ ഖുർആൻ ഈ കൊടുത്തയച്ച മുസ്ഹഫ് ഉസ്മാനിയിലെ ഓരോ കോപ്പിയും വെച്ചിട്ട് എന്ത് ചെയ്തു? ആളുകൾ പകർത്തി എഴുതാനൊക്കെ തുടങ്ങി എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് പാരായണം ചെയ്യുന്ന ഖുർആനുകളൊക്കെ മുസ്ഹഫുകളൊക്കെ ഈ മുസ്ഹഫ് ഉസ്മാനിയുടെ മാതൃകയിൽ തയ്യാറാക്കപ്പെട്ട ഖുർആൻ്റെ കോപ്പികളാണ്. അതാണ് ഇപ്പോൾ അതിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഇനി അതിൻ്റെ തദ്രീബാത്തുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? പുസ്തകത്തിൽ നോക്കുക. എന്നിട്ട് നമ്മൾ ഈ പഠിച്ച ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം നമ്മൾ അത്ര വിശദമായിട്ട് ഈ ഭാഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞതാണ്. തദ്രീബാത്തുകൾ ഞാൻ നോക്കുന്നില്ല, അത് നിങ്ങൾ നോക്കുക. കാരണം നിങ്ങളാണ് പരീക്ഷ എഴുതുന്നത്. നിങ്ങൾക്ക് പരീക്ഷ എളുപ്പമാകാൻ നിങ്ങൾ തന്നെ തദ്രീബാത്ത് നോക്കി പഠിച്ചാൽ പരീക്ഷയെ നിങ്ങൾക്ക് എളുപ്പമാവും. ഓക്കെ, ഇനി അടുത്ത പറയുന്ന ഭാഗം അധ്യായം 2 10 ഖാരിഉകളെ കുറിച്ച് പറയാണ്. എന്താണ് ഖാരിഉകൾ എന്ന് പറഞ്ഞാൽ? ഖുറാഉൽ അശറ എന്നാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്. പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണ രീതി മുസ്ലിം ലോകത്തെ പഠിപ്പിച്ച 10 ഖാരിഉകൾ. ഖാരിഉകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധ ഖുർആൻ ഓതി പഠിപ്പിച്ച, മുസ്ലിം ലോകത്തെ ഓതി പഠിപ്പിച്ച ആളുകൾക്കാണ് ഖാരിഉകൾ എന്ന് പറയുന്നത്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ്റെ പാരായണ രീതി മുസ്ലിം ലോകത്തെ പഠിപ്പിച്ച 10 പ്രധാനപ്പെട്ട ഖാരിഉകളെ പേര് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് അത് കൃത്യമായി വായിക്കുക, മനസ്സിലാക്കുക. ആദ്യത്തെ ആളാരാണ്, അവസാനത്തെ ആളാരാണ്, നമ്മൾ പിന്തുടരുന്ന ഖിറാഅത്ത് അത് ആരിൽ നിന്ന് വന്നതാണ് എന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. എങ്കിലും നമുക്കതിനെക്കുറിച്ച് ചെറിയ രീതിയിലൊന്ന് നോക്കാം. കൂഫയിലെ ഷെയ്ഖുൽ ഖുറാ അല്ലേ, കൂഫയിൽ ജീവിച്ചിരുന്ന ഷെയ്ഖുൽ ഖുറാ എന്നറിയപ്പെടുന്ന, അതായത് ഖാരിഉകളുടെ നേതാവ് എന്നറിയപ്പെടുന്ന ഇമാം ആസിം റളിയല്ലാഹു അൻഹു എന്നിവരിൽ നിന്നും ഹഫ്സ് റളിയല്ലാഹു അൻഹു, ഇമാം ഹഫ്സ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഖിറാഅത്താണ് നാം ഇന്ന് ഓതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇമാം ആസിം റളിയല്ലാഹു അൻഹു ഓതിയ, ഹഫ്സ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഖിറാഅത്താണ് നാം ഇന്ന് ഓതിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. കണ്ടോ, 5ാമത്തെ ഇമാമായിട്ട് വരുന്ന കൂഫയിലെ ഇമാം ആസിം റളിയല്ലാഹു അൻഹു ഓതിയിട്ടുള്ള ഖുർആൻ അത് റിപ്പോർട്ട് ചെയ്തത് ഹഫ്സ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇവിടെ മുതലാണ് നമ്മിലേക്ക് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഉസ്താദുമാരിലേക്കും അതിനുശേഷം നമ്മിലേക്കൊക്കെ അതിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോരോ ഇമാമിങ്ങളാണ്. ഇങ്ങനെ ഓരോരോ ഇമാമിങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത മറ്റ് ഇമാമിങ്ങൾ, അതിൻ്റെ ശേഷം വന്ന ഇമാമിങ്ങൾ, അങ്ങനെ അതത് നാടുകളിൽ ഓരോ നാടുകളിലും പല രീതിയിലായിരിക്കും ഖിറാഅത്ത്. അപ്പോൾ ഓരോ നാടുകളിലും ഓരോ ഇമാമിങ്ങൾ എങ്ങനെയാണോ അത് ഓതി കേൾപ്പിച്ചത് ആ രീതിയിലായിരിക്കും അവിടെ ഉണ്ടാകുക. അപ്പോൾ ഓക്കെ. അപ്പോൾ ആസിം എന്നവർ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഈ ആസിം എന്നവർ ആരാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് ഖിറാഅത്ത് പഠിപ്പിക്കാൻ പറഞ്ഞയച്ച അബു അബ്ദുറഹ്മാൻ അൽ സുലമി എന്നവരിൽ നിന്നും പഠിച്ചു. അപ്പോൾ ഈ ആസിം റളിയല്ലാഹു അൻഹു അല്ലേ, കൂഫയിലുള്ള ആസിം റളിയല്ലാഹു അൻഹു ആരിൽ നിന്നാണ് ഖുർആൻ പഠിക്കുന്നത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഓരോ പ്രദേശത്തേക്കും ഖുർആനിൻ്റെ ഓരോ കോപ്പി കൊടുത്തുകൊണ്ട് ഓരോ പ്രദേശത്തേക്കും ഖുർആൻ ഓതി പഠിപ്പിക്കാൻ വേണ്ടി ഓരോ ആളുകളെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൂഫയിലേക്ക് പറഞ്ഞയച്ച അബു അബ്ദുറഹ്മാൻ അൽ സുലമി എന്നവരിൽ നിന്നാണ് ആസിം റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പരീക്ഷയ്ക്ക് പല നിലക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നുകൂടെയാണത്. ഓക്കെ, ഇനി സനദ് അല്ലെ, ഈ ഗുരു പരമ്പര. ഓക്കെ, ഇത് വളരെ പ്രധാനമാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം. അപ്പോൾ ഇവിടെ ഡാഷ് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ ഡാഷ് കൊടുത്തിട്ടുണ്ടാവും. ഇത് തന്നിട്ട് ഇത് പൂരിപ്പിക്കാനായിരിക്കും അത് ചിലപ്പോൾ ചോദിക്കുക. പല നിലക്ക് ചോദിക്കാൻ സാധ്യത. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ അവസാനത്തിൽ ആ തദ്രീബാത്തിലും ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ സനദ് എന്ന് പറഞ്ഞാൽ ഗുരു പരമ്പരയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിക്കൊടുത്തു.
അത് ഉസ്മാൻ റളി അള്ളാഹുനു, അലി റളി അള്ളാഹുനു, ഇബ്നു മസ്ഊദ് റളി അള്ളാഹുനു, സെയ്ദ് ബിൻ സാബിത്ത് റളി അള്ളാഹുനു, അവരിൽ നിന്ന് ആര് പഠിച്ചു? അബു അബ്ദുറഹ്മാൻ ഹബീബ് സുലമി റളി അള്ളാഹുനു അല്ലേ, എവിടേക്ക്? കൂഫയിലേക്ക് ഉസ്മാൻ റളി അള്ളാഹുനു പറഞ്ഞയച്ച അബു അബ്ദുറഹ്മാൻ ഹബീബ് സുലമി. അപ്പോൾ ഇമാം ആസിർ റളി അള്ളാഹുനു കൂഫയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇവർ മദീനയിൽ നിന്ന് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി കൂഫയിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് ആസിം റളിയല്ലാഹു അൻഹു പഠിക്കുന്നത് അബു അബ്ദുറഹ്മാൻ ഹബീബ് സുലമി റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. ഇവർ പഠിക്കുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഇവരിൽ നിന്നൊക്കെയാണ് ഈ അബു അബ്ദുറഹ്മാൻ ഹബീബ് സുലമി എന്നവർ ഖുർആൻ പഠിക്കുന്നത്. അപ്പോൾ കൂഫയിലുണ്ടായിരുന്ന ഇമാം ആസിം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിയായ ഹഫ്സ് ബിൻ സുലൈമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഗുരുപരമ്പര സനദ് എന്നുള്ളത് അല്ലേ. ജിബ്രീൽ അലൈഹിസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, മുഹമ്മദ് നബിയിൽ നിന്ന് സ്വഹാബാക്കളിൽ നിന്ന് അബു അബ്ദുറഹ്മാൻ ഹബീബ് സുലമി എന്ന താബിഈയായ പണ്ഡിതൻ, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിയായിട്ടുള്ള ഇമാം ആസിം കൂഫി റളിയല്ലാഹു അൻഹു കൂഫയിൽ, അതിനുശേഷം ഹഫ്സ് ബിൻ സുലൈമാൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഈ ഹഫ്സ് ബിൻ സുലൈമാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം ഓതി പഠിപ്പിച്ചിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്യുന്ന പരിശുദ്ധ ഖുർആൻ്റെ ഖിറാഅത്ത് രീതി എന്നുള്ളത്. അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സനദ് ഇവിടെ സൂചിപ്പിച്ചത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പാഠഭാഗം അധ്യായം 3 അൽ ലഹ്നുൽ ജലിയു വൽ ഖഫിയു എന്ന പാഠഭാഗമാണ്. വ്യക്തവും അവ്യക്തവുമായ തെറ്റുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഖുർആൻ പാരായണത്തിൽ സംഭവിക്കുന്ന തെറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലഹ്നി എന്നുള്ളത് അല്ലേ. ഖുർആൻ പാരായണത്തിൽ വരുന്ന തെറ്റുകളെ നമ്മൾ ലഹ്നി എന്ന് പറയുന്നു. 2 വിധം തെറ്റുകളാണുള്ളത്, ലഹ്നുൽ ജലിയ്, ലഹ്നുൽ ഖഫിയ്. നിങ്ങളെ കിതാബ് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഒന്ന് വ്യക്തമായ തെറ്റ്, മറ്റൊന്ന് അവ്യക്തമായ തെറ്റ്. ഓക്കെ, ഇനി വ്യക്തമായ തെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കൂ, ആ ആശയവും വാക്യഘടനയും മാറുന്ന രൂപത്തിൽ പാരായണത്തിൽ വരുന്ന തെറ്റ് അല്ലേ, അർത്ഥവും വാക്യഘടനയും മാറുന്ന രൂപത്തിൽ പാരായണത്തിൽ വരുന്ന തെറ്റുകൾക്കാണെന്ന് പറയുന്നത് വ്യക്തമായ തെറ്റ്, അതായത് ലഹ്നുൽ ജലി എന്ന് പറയുന്നത്. അത് അക്ഷരങ്ങൾ മാറാം, ഷദ്, മദ്, ഹർക്കത്തുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമ്പോൾ സംഭവിക്കുന്ന തെറ്റാണ് ലഹ്നുൽ ജലി. ഇത് മാത്രമല്ല, എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകുന്നൊരു തെറ്റ് കൂടെയാണ്. ഇപ്പോൾ ഉദാഹരണം നോക്കും, ഒരാൾ പാരായണം ചെയ്യുന്ന സമയത്ത് പൻ അംത അലൈഹിം എന്നാണ്, ഒരു കുട്ടി പാരായണം ചെയ്തു, അൻ അംതി അലൈഹിം എന്ന് പാരായണം ചെയ്തു. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല, അവിടെ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, ഹർക്കത്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇയ്യാക്കൻ അഅ്ബുദു എന്നുള്ളത് ഇയ്യാക്കിൻ അഅ്ബുദു എന്ന് പാരായണം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആശയവും അർത്ഥവും വാക്യഘടനയും മാറുന്ന രൂപത്തിൽ പാരായണത്തിൽ വരുന്ന തെറ്റ്, ഉദാഹരണം നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത്തരം തെറ്റുകൾക്കാണ് എന്ന് പറയുന്നത് ലഹ്നുൽ ജലി എന്ന് പറയുന്നത്. ചിലപ്പോൾ ഉദാഹരണം വന്നിട്ട് അത് ഏത് തെറ്റാണ് എന്ന് പറയാനൊക്കെയുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ലഹ്നുൽ ജലി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും അക്ഷരങ്ങൾ ഷദ്, മദ്, ഹർക്കത്തുകളിലൊക്കെ മാറി വരുമ്പോൾ സംഭവിക്കുന്ന തെറ്റുകൾക്കാണ് ലഹ്നുൽ ജലി എന്ന് പറയുന്നത്. ഇനി അവ്യക്തമായ തെറ്റുകൾ ലഹ്നുൽ ഖഫി എന്ന് പറയും. അക്ഷരങ്ങളുടെ സിഫത്തുകൾ, ഉന്നത്ത്, മദ്ദുകൾ എന്നിവയിൽ വരുന്ന തെറ്റുകൾക്ക്, പിഴവുകൾക്കാണ് എന്ന് പറയുന്നത് ലഹ്നുൽ ഖഫി, അവ്യക്തമായ പിഴവുകൾ എന്ന് പറയുന്നത്. ഇൽഹാർ, ഇഖ്ഫാ, ഇദ്ഗാം, ഇഖ്ലാബ്, തഫ്ഹീം, തർക്കീക്ക് തുടങ്ങിയ നിയമങ്ങളിൽ വരുന്ന വീഴ്ചകൾക്ക് ഒക്കെ പറയുന്ന പേരാണ് എന്ത്? ലഹ്നുൽ ഖഫി എന്നുള്ളത്. ഈ 2 പിഴവുകളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ 2 പിഴവുകളും ഖുർആൻ പാരായണത്തിൽ മനഃപൂർവ്വം വരുത്തുന്നതിൻ്റെ വിധി എന്താണ്? അത് ഹറാമാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പാഠഭാഗമാണ് അസിഫാത്തുലെ സിഫാത്തുൽ ഹുറൂഫി, അധ്യായം 4 സിഫാത്തുൽ ഹുറൂഫി എന്നുള്ള പാഠഭാഗം. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് സിഫത്ത് എന്നുള്ള ഒരു ചോദ്യം. അക്ഷരങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ശബ്ദ സ്വഭാവങ്ങൾക്ക് ഓക്കെ, അക്ഷരങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ശബ്ദ സ്വഭാവങ്ങൾക്ക് പറയുന്ന പേരാണെന്ത്? സിഫത്തുകൾ അല്ലെങ്കിൽ വിശേഷണം എന്ന് പറയുന്നത് അല്ലേ. ഹർഫുകളുടെ വിശേഷണങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കൂ, 2 കള്ളികളിൽ 2 നിറത്തിൽ 2 തരം രീതിയിൽ ചില അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കള്ളി കൊടുത്തിട്ടുള്ളത് വായ നിറഞ്ഞ ശബ്ദരീതി, രണ്ടാമത്തെ കള്ളി കൊടുത്തിട്ടുള്ളത് മൃദുവായ ശബ്ദരീതി. എന്താ വായ നിറഞ്ഞ ശബ്ദരീതി എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ഉദാഹരണം നോക്കൂ, ഓ, സ്വ, ത്വ. ഓക്കെ, നമ്മൾ സംസാരിക്കുമ്പോൾ ഉച്ചരിക്കുമ്പോൾ വായ നിറഞ്ഞ രീതിയിലാണ് അത് ഉച്ചരിക്കുക. മറ്റേത് മൃദുവായ ശബ്ദരീതി അല്ലേ, ക, സ, ത പോലെ.
അപ്പോൾ ആദ്യ കോളത്തിലെ അക്ഷരങ്ങളും രണ്ടാം കോളത്തിലെ അക്ഷരങ്ങളും പറയുമ്പോഴുള്ള വ്യത്യാസം ശ്രദ്ധിച്ചല്ലോ അല്ലേ? ഒന്ന് വായ നിറഞ്ഞ ശബ്ദരീതിയാണ്, മറ്റൊന്ന് മൃദുവായ ശബ്ദരീതിയാണ്. ഖുർആൻ പാരായണത്തിലെ ഈ സിഫത്തുകൾ കൂടി പാലിക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഖുർആൻ പാരായണത്തിലെ സിഫത്തുകൾ പാലിക്കുക എന്നുള്ളത് വാജിബാണ്, നിർബന്ധമാണ്. അങ്ങനെ മൊത്തം 18 സിഫത്തുകളുണ്ട്. ഒരു അക്ഷരത്തിൽ തന്നെ ഒന്നിലധികം സിഫത്തുകൾ ഉണ്ടാവാം. ഓക്കെ, അത് സ്വാഭാവികമാണ്. അപ്പോൾ നമ്മൾ സിഫത്തുകളുടെ പാഠം ശേഷം വരുന്നുള്ളൂ. അപ്പോൾ സിഫത്തുകളെക്കുറിച്ച് വിശദമായിട്ട് അടുത്ത പാഠങ്ങളിലേക്കാണ് പഠിക്കുന്നത്. പക്ഷേ പരീക്ഷയ്ക്ക് അത് വരുന്നില്ല. പരീക്ഷയ്ക്ക് വരുന്ന പ്രധാനമായിട്ടും 9 സിഫത്തുകളുടെ പേര് മാത്രമാണ് വരുന്നത്. അത് ഏതാണ്, എന്താണ്, അതിൻ്റെ അക്ഷരങ്ങൾ ഏതാണെന്നൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ സിഫത്തിനൊരു എക്സാമ്പിൾ പറഞ്ഞു തന്നല്ലോ അല്ലേ? 2 തരത്തിലുള്ള സിഫത്തുകളുണ്ട്. ഒന്ന് വായ നിറഞ്ഞ ശബ്ദരീതിയിലും മറ്റൊന്ന് മൃദുവായ ശബ്ദരീതിയിലും. അത് ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അക്ഷരങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ശബ്ദ സ്വഭാവങ്ങൾക്ക് പറയുന്ന പേര്, അതിനൊരു ഉദാഹരണമായിട്ടാണ് അതവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മൊത്തം 18 സിഫത്തുകളാണുള്ളത്. ചിലപ്പോൾ ഫസ്റ്റ് ചോദ്യങ്ങളായിട്ട് വരുന്ന ഈ ചേരുംപടി ചേർക്കാനൊക്കെ വരുന്ന സമയത്തിലെ എത്ര സിഫാത്തുൽ ഹുറൂഫ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. അത് ഒരു സംശയം വേണ്ട, എത്രയാണ്? 18 സിഫത്തുകളാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട 9 സിഫത്തുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് പഠിച്ചു വെക്കുക. ചിലപ്പോൾ ഇത് സിഫത്തുകളുടെ 2, 3, 4 പേരുകളൊക്കെ എഴുതാൻ ചോദിക്കാം. ഓക്കെ, ഹംസ്, ഇസ്തിലാഗ്, കൽക്കലത്ത്, ഷിദ്ദത്ത്, ഇസ്തിഫാൽ, സൊഫീർ, റിഹ്വ്, ഇത്ബാക്ക്, തക്രീർ. ഇതാണ് 9 സിഫത്ത്. അപ്പോൾ ഇത്രയൊക്കെയാണ് പാദവാർഷിക പരീക്ഷയ്ക്ക് വരുന്ന തജ്വീദ് 7ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ എന്നുള്ളത്. ഞാനിതിൻ്റെ ഒരു ഔട്ട്ലൈൻ വെറുതെ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് മനസ്സിലാകാൻ, പഠിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ അതൊന്നുകൂടെ ഓർത്തെടുക്കാൻ വേണ്ടി പറഞ്ഞു പോയതാണ്. നിങ്ങൾ ഓരോ പാഠത്തിൻ്റെയും തദ്രീവാത്തുകൾ വളരെ നല്ല രീതിയിൽ സ്വന്തമായി തന്നെ കണ്ടെത്തി വായിച്ച് പഠിച്ച് മനസ്സിലാക്കി വെക്കുക. വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ വരുന്ന പാദവാർഷിക പരീക്ഷയിൽ തജ്വീദിൻ്റെ പേപ്പറിൽ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ അടുത്തൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട മറ്റു ശേഷമുള്ള പാഠഭാഗങ്ങളൊക്കെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാനും ഒക്കെ അത് സഹായകമാകും. ഓക്കെ, താങ്ക്സ്.